സ്ട്രെയിറ്റ് ആയിട്ട് കാര്യം പറയാം. ഇതാ പിടിച്ചോളൂ. സ്ട്രക്ചർ ഓഫ് ടൂത്ത്, പല്ലിൻ്റെ ഘടന. പല്ലിൻ്റെ ഘടനയിൽ പ്രധാനമായിട്ടും നാല് ആൾക്കാരുള്ളത്. ഒന്ന് ഇനാമൽ, 2 ഡെൻറ്റൈൻ, 3 പൾപ്പ്, 4 സിമെൻറ്റം. ഓക്കെ, ഇനാമലാണ് ഏറ്റവും പുറത്തത്തെ ഈ വെള്ള ഭാഗം. അതിൻ്റെ തൊട്ടു താഴെയുള്ളതാണ് ആര്? ഡെൻറ്റൈൻ. ഏറ്റവും ഉള്ളിലുള്ള ബ്ലഡ് വെസൽസും നെർവ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് പൾപ്പ്. ലാസ്റ്റ് ആ പല്ലിനെ ആ ഒരു മോണയിൽ ആ സോക്കറ്റിൽ ഉറപ്പിച്ച് നിർത്തുന്ന ഭാഗമാണ് ഇത് സിമെൻറ്റം. ഓക്കെ, ഇനി ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രത്യേകതകൾ. ഒന്ന് ഇനാമൽ. ഇനാമലാണ് ഏറ്റവും പുറത്തെ ഭാഗം എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് ഇനാമൽ. ഇത് അവിടെ ഒരു കുപ്പി ഉണ്ട്. ഈ കുപ്പി എടുത്താണ് ഞാൻ പല്ലിനെ എങ്ങനെ തല്ലി, എന്തെങ്കിലും പറ്റിയോ? ഒന്നും പറ്റിയില്ല. കാരണം എന്താണ്? ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് അത് ഇനാമൽ. ഇനാമൽ നിർമ്മിച്ചിട്ടുള്ളത് നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്, അതായത് ഡെഡ് ആയിട്ടുള്ള ടിഷ്യൂ കൊണ്ടാണ്, നിർജീവമായ കലകൾ കൊണ്ടാണ്. അതേസമയം ലിവിങ് ടിഷ്യൂ കൊണ്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്? ഡെൻറ്റൈൻ ഫോം ചെയ്തിട്ടുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇനാമൽ നോൺ ലിവിങ് ടിഷ്യൂ, ഡെൻറ്റൈൻ ലിവിങ് ടിഷ്യൂ. നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനാമൽ ചത്തു എന്നായിരിക്കുക. ഇനാമൽ ചത്തു, ഇനാമൽ ചത്തു, അല്ലെങ്കിൽ ഇനാമലിനെ കൊന്നു. ഇനാമൽ ചത്തു എന്ന് പറഞ്ഞാൽ ഇനാമൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? നോൺ ലിവിങ് കൊണ്ട്. അപ്പോൾ ഡെൻറ്റൈൻ എന്തുകൊണ്ടായിരിക്കും? ലിവിങ് ടിഷ്യൂ കൊണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനാമൽ ചത്തു, അപ്പോൾ ഇനാമൽ നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ട്, നിർജീവമായ കലകൾ കൊണ്ട്. അപ്പോൾ ഡെൻറ്റൈൻ എന്തായിരിക്കും? ലിവിങ് ടിഷ്യൂ കൊണ്ട്, അല്ലെങ്കിൽ ജീവനുള്ള കലകൾ കൊണ്ട്. പിന്നെ പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റിയാണ് ഏറ്റവും ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ടൂത്ത്, ഏറ്റവും ഉള്ളിലുള്ള ആൾ. അവിടെ ആയിരിക്കും ആരെ കാണപ്പെടുക? ബ്ലഡ് വെസൽസും നെർവ്സും കാര്യങ്ങളൊക്കെ കാണപ്പെടുക. മാത്രമല്ല അവിടെ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കോശമുണ്ട്, അതായത് പല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം കോശം. അതാണ് ഒഡൻറ്റോബ്ലാസ്റ്റ് സെൽസ്. എന്താണ് പേര്? ഒഡൻറ്റോബ്ലാസ്റ്റ് സെൽസ്, ഒഡൻറ്റോബ്ലാസ്റ്റ് കോശങ്ങൾ. ഓക്കെ, പിന്നെ ലാസ്റ്റ് വൺ സിമെൻറ്റം. സിമെൻറ്റമാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ പല്ലിനെ കറക്റ്റ് ആ ഒരു സോക്കറ്റിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നത്. ഹോൾഡ്സ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ്. ആ ഒരു സോക്കറ്റിൽ പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന ആളാണ് ആര്? സിമെൻറ്റം. ആ സിമെൻറ്റത്തിൽ എന്തുണ്ട്? കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. സിമെൻറ്റിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ആര്? സിമെൻറ്റം. അതും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയെങ്കിൽ ഇപ്പം നമ്മളെല്ലാം പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ഇതാ എൻ്റെ മുത്തുമണികൾ. വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. സോ സി യു സൂൺ. നിങ്ങളുടെ സ്വന്തം അറക്കൽ.